ഹായ് ഗൈസ്, മൈ നെയിം ഈസ് ഗോപിക. വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്ന് നമുക്കൊരു കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പ് കക്കയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കരടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വേണം നമുക്കെടുക്കാൻ. കഴുകി വെച്ച കക്ക ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് നേരം വേവിക്കുക. കക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് സാധനങ്ങൾ റെഡിയാക്കാം. കക്കയിറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവോള, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക്ക്, കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി വെക്കാം. ഇത് റെഡിയാകുന്ന സമയം കൊണ്ട് ഇതേ കക്കയിറച്ചി വെന്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയെടുത്ത് അതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. നല്ല ടേസ്റ്റ് കിട്ടാൻ തേങ്ങാക്കൊത്ത് എപ്പോഴും നല്ലതാണ്. തേങ്ങാക്കൊത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. സവോള ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം കളഞ്ഞ് വേണം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച കക്കയിറച്ചി ഇതിലേക്ക് ചേർക്കാൻ. ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് കക്കയിറച്ചി റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്വാദിഷ്ടമായി കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.